കസ്റ്റഡി മർദ്ദന ആരോപണം ഉയർന്ന കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ പോലീസിന് വൻ വീഴ്ചകൾ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കാൻ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയത് വനിതാ പോലീസ് ഒപ്പമില്ലാതെയാണ്. സിയാദിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ SI അതുൽ യൂണിഫോമിലായിരുന്നില്ല എന്നും കണ്ടെത്തലുണ്ട്. സിയാദിന്റെ മരണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. ആദ്യം ഒരു നിർണായക പ്രതികരണമുണ്ട്, അത് കേൾക്കാം. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ഇല്ല. 12 മണി മർദ്ദിച്ചതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാന് വയ്യാന്നൊരു കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാന്ന് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്നറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. അതുമല്ല അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങൾ സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവേ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. മൂന്നാം മുറ പ്രയോഗിക്കുന്നതിൽ കേരള പോലീസ് ഒട്ടും പിന്നിലല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ സംഭവത്തോട് 2026 മൂന്നാം മുറ തുടരുകയാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് ഉദയകുമാർ ആയിക്കോട്ടെ, ശ്രീജിത്ത് ആയിക്കോട്ടെ, രാജ്കുമാർ ആയിക്കോട്ടെ, രാജനായിക്കോട്ടെ, ഇവരൊക്കെ കസ്റ്റഡി മരണത്തിന്റെ ഇരകളാണ്. സിയാദും അങ്ങനെ മറ്റൊരു ഇരയാണോ എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും മനോജിനോട് ചോദിക്കാം. മനോജെ, പോലീസിന്റെ മൂന്നാം മുറയിലാണ് സിയാദിന് ജീവൻ നഷ്ടമായതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇപ്പോൾ കുണ്ടറ പോലീസിന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായെന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെ വീഴ്ചകളാണ് സിയാദിന്റെ മരണത്തിൽ അല്ലെങ്കിൽ സിയാദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുണ്ടറ പോലീസിനുണ്ടായത്? ഒരു യൂണിഫോം പോലും ഇല്ലാതെയാണോ ഒരു SI സ്റ്റേഷനിൽ പ്രവർത്തിക്കേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്? മനോജ്. അശ്വതി, ഇപ്പോൾ പ്രതികരിച്ചത് പരാതിക്കാരിയായ പെൺകുട്ടിയാണ്. അതായത് തൻ്റെ സഹോദരനെ, 13 വയസ്സുള്ള സഹോദരനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് പരാതി നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപത്തുള്ള സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ജൂൺ 16-ാം തീയതിയാണ്. ഈ 16-ാം തീയതി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ കൂടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ പോലീസുകാരില്ലാതെ ഈ ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് സിയാദിനെ പോലീസുകാർ മർദ്ദിച്ചതെന്ന് പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വീടുകളായി കാണിച്ചു കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂടെ വാഹനത്തിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഇതിന് മുന്നിൽ വെച്ച് കോൺസ്റ്റബിൾ ഈ സിയാദിനെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ SI യൂണിഫോമിലല്ലായിരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുശേഷം പിന്നീട് ഈ മിസ്സിങ്ങിൽ ആയിരുന്ന കുട്ടി പിറ്റേ ദിവസം തിരിച്ചെത്തുകയും ഈ കസ്റ്റഡിയിലെടുത്ത സിയാദിനെ 17-ാം തീയതി രാവിലെ തിരികെ വിടുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ മർദ്ദനം നടന്നിട്ടുള്ളത്. അതിനുശേഷം ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കസ്റ്റഡിയിൽ നിന്നും വിട്ട ശേഷം 38 ദിവസം കഴിഞ്ഞാണ് സിയാദ് മരിക്കുന്നത്. അതുവരെ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ആരോപണമായി മാത്രമേ നമുക്കിപ്പോൾ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ പരാതിയിൽ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGPയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് പ്രകാരം DGP നൽകിയിട്ടുള്ള നിർദ്ദേശം, അത് SP-യുടെ മേൽനോട്ടത്തിൽ, റൂറൽ SP-യുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSP ഈ കേസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കൃത്യമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തേടും. കുണ്ടറയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ടാകും സമർപ്പിക്കുക. എന്തായാലും വീഴ്ചയിൽ എടുത്തു പറയേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു പെൺകുട്ടിയെ ഈ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവിടെ ഒരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നുള്ളതും, അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച ഈ പ്രതിയെന്ന് ആരോപിച്ച അന്ന് സംശയം തോന്നി കസ്റ്റഡിയിലെടുത്ത സിയാദിനെ മർദ്ദിക്കുന്നതും, അതൊക്കെ തന്നെ സ്വാഭാവികമായും കുട്ടി പ്രതികരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. കുടുംബം ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം കൂടെ വരുന്നുണ്ട്. വിവരങ്ങൾ വ്യക്തമാണ്. പോലീസിനുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പരാതിക്കാരിയായ യുവതി തന്നെ ഇപ്പോൾ നിർണായക പ്രതികരണമാണ് നമ്മളോട് ടിവിയോട് നടത്തിയിരിക്കുന്നത്. എന്തായാലും മനോജെ, വളരെ നിർണായകമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സിയാദിന്റെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടായി. വാരിയിലടക്കം പൊട്ടി, പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ പോലീസ് ഈ സിയാദിനെയും പരാതിക്കാരെയും കസ്റ്റഡിയിലെടുത്തത്. യൂണിഫോം പോലും ധരിക്കാതെയാണ് ഒരു SI പോലീസ്. ഗുരുതരമായ വീഴ്ചകൾ പോലീസിന് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലും വ്യക്തമാക്കുന്നത്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.